സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ്. ഇന്നത്തെ വീഡിയോ നമ്മുടെ സോളോ ലെവലിങ്ങിനെ കുറിച്ചാണ്. നമുക്കറിയാം നമ്മുടെ സോളോ ലെവലിങ്ങിൽ നമ്മുടെ ജിൻവുൻ്റെ കൂടെ ഒരുപാട് ഷാഡോസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള ഷാഡോസ് ഉണ്ട്. അപ്പോൾ അതിൽ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള 5 ഷാഡോസിനാണ് നമ്മൾ ഇന്ന് റാങ്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് അറിയാൻ താല്പര്യമുള്ളവർ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒരുപാട് പേര് പോകാറുണ്ട് വീഡിയോ കണ്ടിട്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ലെന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് ഇവിടെ കാണാം വീഡിയോ കണ്ടിട്ട് 2-3 പേര് മാത്രമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇനി നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടി ഒന്ന് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ ഇടാൻ കുറച്ചും കൂടെ മോട്ടിവേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാനധികം പറഞ്ഞു വെറുപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ഈ ലിസ്റ്റിൽ 5ാമത് വരുന്നത് നമ്മുടെ ഗ്രീഡാണ്. നമുക്കറിയാം ഗ്രീഡ് ഒരു S റാങ്ക് ഹണ്ടർ ആയിരുന്നു. ഈ ഹണ്ടറിന് നമ്മുടെ ജിൻവുവിനെ തീരെ ഇഷ്ടമില്ലായിരുന്നു. അതും പോരാഞ്ഞിട്ട് ജിൻവു ഈ ഹണ്ടറിനെ ഒരു ഷാഡോ ആക്കി മാറ്റുന്നത് തൻ്റെ ഫ്രണ്ടിനെ ഈ ഹണ്ടർ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ടാകും. അതിനുശേഷമാണ് നമ്മുടെ ജിൻവു ഈ ഹോങ് ജിൻവു എന്ന് പറയുന്ന ഈ ഹണ്ടറിനെ ഒരു ഷാഡോ ആക്കി മാറ്റുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ജിൻവുവിൻ്റെ ഷാഡോസിൽ ജിൻവുവിന് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഷാഡോ ഇതാണെന്നാണ്. അതിൻ്റെ പേര് തന്നെ നമുക്ക് കണ്ടാൽ അറിയാതെ. ഇനി ലിസ്റ്റിൽ 4ാമത് വരുന്നത് നമ്മുടെ ഇഗ്രിസ് ആണ്. നമുക്ക് വേണമെങ്കിൽ പറയാം നമ്മുടെ ജിൻവുവിൻ്റെ ഏറ്റവും ആദ്യത്തെ ഷാഡോ എന്ന്. അതും പോരാഞ്ഞിട്ട് ഏറ്റവും കൂളസ്റ്റ് ആയിട്ടുള്ള ഷാഡോ ഇത് തന്നെയാണ്. ഈ ലിസ്റ്റിൽ 4ാമതാണ് ഈ ഷാഡോ വന്നിട്ടുള്ളതെങ്കിലും നമ്മുടെ ഫൈനൽ വാറാകുമ്പോൾ ഈ ഷാഡോ തൻ്റെ ഫുൾ പവർ അൺലീഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഷാഡോന് ഏകദേശം നമ്മുടെ ബീറുവിൻ്റെ അതേ ലെവലിൽ പവർ വരുന്നുണ്ട് ഇഗ്രിസിന്. അല്ലാതെ നോർമലി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇഗ്രിസ് നമ്മുടെ ബീറുവിനെക്കാട്ടും വീക്കാണ്. അതും പോരാഞ്ഞിട്ട് നമ്മുടെ ആദ്യത്തെ ഷാഡോ മൊണാർക്കിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് മാനുമാണ് നമ്മുടെ ഇഗ്രിസ്. പിന്നെ ഈ ലിസ്റ്റിൽ 3ാമത് വരുന്നത് മറ്റാരുമല്ല നമ്മുടെ ബീറു തന്നെയാണ്. നമുക്കറിയാം ബീറു എത്രമാത്രം പവർഫുൾ ആണെന്ന് ഇപ്പം നമ്മുടെ സീസൺ 2-ൽ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ ജെജു ഹൈലൻഡ് ആർക്കിൽ നമ്മുടെ ബീറു അവിടെയുള്ള എല്ലാ S-ആൻഡ് ഹണ്ടേഴ്സിനെ എങ്ങനെയാണ് ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നതെന്ന്. ഏകദേശം നമ്മുടെ ബീറുവിന് ഒരു നാഷണൽ ലെവൽ ഹണ്ടറിൻ്റെ അത്രയും പവർ ഉണ്ട്. നമുക്ക് ആ ആർക്ക് തന്നെ കാണാമായിരുന്നു. നമ്മുടെ ജിജു അവിടെയുള്ള എല്ലാ ഹണ്ടേഴ്സിനെയും ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ നമ്മുടെ ജിൻവു വന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ ബീറു അവിടെയുള്ള എല്ലാ ഹണ്ടേഴ്സിനെയും കൊന്നിട്ടും ഉണ്ടാവും. അതും പോരാഞ്ഞിട്ട് നമ്മുടെ ജിൻവു നമ്മുടെ ബീറുവിനെ ഒരു ഷാഡോ ആക്കി മാറ്റിയതിന് ശേഷം അവിടെയുള്ള ബാക്കിയുള്ള ആൻസിനൊക്കെ നമ്മുടെ ബീറു എത്ര ഈസി ആയിട്ടാണ് തീർത്ത് കളഞ്ഞതെന്ന് നമുക്ക് കാണാം. പിന്നെ ആദ്യമായിട്ടാണ് നമ്മളൊരു ഷാഡോ സംസാരിക്കുന്നത് കാണുന്നത്. അത് നമ്മുടെ ബീറു ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബീറു ഈ ലിസ്റ്റിൽ 3rd സ്പോട്ട് എങ്ങനെയാലും ഡിസർവ് ചെയ്യുന്നുണ്ട്. ഈ ലിസ്റ്റിൽ 2ാമത് വരുന്നത് നമ്മുടെ കാമിഷ് എന്ന് പറയുന്നൊരു ഡ്രാഗനാണ്. ഈ ഡ്രാഗനും വളരെ ഓവർ പവർഡ് ആയിട്ടുള്ള ഡ്രാഗനാണ്. ഈ ഡ്രാഗനെ നമ്മുടെ ജിൻവു ആദ്യമായിട്ട് ഷാഡോയിലേക്ക് മാറ്റിയപ്പോൾ ഈ ഡ്രാഗൻ തൻ്റെ ഇഷ്ടപ്രകാരം ബാക്കിയുള്ളവരൊക്കെ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ കാമിഷ് അവിടെ നിന്ന് തന്നെ മാഞ്ഞു പോകുകയാണ് ഉണ്ടായത്. അതിനുശേഷം നമ്മുടെ ജിൻവു കാമിഷിനെ സമൺ ചെയ്തപ്പോഴൊക്കെ നമുക്ക് കാണാൻ വരുന്നത് നമ്മുടെ കാമിഷ് എത്രമാത്രം പവർഫുൾ ആണെന്ന്. അതുകൊണ്ട് ഈ ലിസ്റ്റിൽ 2ാം സ്ഥാനം എങ്ങനെയാണ് നമ്മുടെ കാമിഷ് ഡിസർവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ലിസ്റ്റിൽ ഫസ്റ്റ് പ്ലേസിൽ വരുന്നത് നമ്മുടെ ബില്യനാണ്. നമുക്കറിയാം ഈ ബില്യൻ എന്ന് പറയുന്ന ഷാഡോ നമ്മുടെ ആഷ്ബോൺ ആദ്യത്തെ ഷാഡോ മോണാർക്കിന് സർവ് ചെയ്തിട്ടുണ്ട്. അത് പോരാഞ്ഞിട്ട് നമ്മുടെ ജിൻവുവിൻ്റെ ഏറ്റവും ലോയൽ ആയിട്ടുള്ള ഒരു ഷാഡോ കൂടിയാണ് ഈ ഷാഡോ. മറ്റുള്ള ഷാഡോസിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ബില്യൻ എന്ന് പറയുന്ന ഈ ഷാഡോൻ്റെ പവർ വളരെ അധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ലിസ്റ്റിൽ നമ്മുടെ ഈ ഷാഡോ 1ാം സ്ഥാനം തീർച്ചയായിട്ടും ഡിസർവ് ചെയ്യുന്നുണ്ട്. നമുക്ക് മാങ്കയിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഫീഡ്സ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ റാങ്കിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൻ അനുസരിച്ച് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് നോക്കുക. മറ്റൊരു ദിവസം മറ്റൊരു ഡേ കാണുന്നവരെ ബൈ.